ജന്മ ഡേറ്റ് നോക്കുക, എല്ലാ മഹാന്മാരുടെ ജന്മ ഡേറ്റ് നോക്കി നമുക്ക് കാണാമല്ലോ. എന്നിട്ട് അത് ഇതിലൂടെ വിടുക. ഇന്ന് ഇന്നാൾ ജനിച്ച ദിവസമാണ്, ഇന്ന് അവർക്ക് യാസീൻ ഓതി ഫാത്തിഹ ഓതി ഇങ്ങനെ പരിപാടിയാക്കുക. ഈ പ്രവണത നമ്മൾ നിർത്തണം. നമ്മളിങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത്. അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത്, അതൊരിക്കലുമല്ല. നമ്മുടെ മലബാറിലെ ഉലമാ ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല. ജന്മദിനം അറിയാത്തത് കൊണ്ടല്ല. 90% അയിമത്തും നമ്മുടെ മുൻഗാമികളായ ഉലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ്. അവരുടെ ഉസ്താദുമാരുടെ ജന്മദിനം അറിയുന്നവരാണ്. ഓക്കെ, ഉസ്താദിന്റെ ജന്മദിനം ആരും ആഘോഷിക്കാറില്ല. ഷാലിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല. സമസ്ത മുഷാവർ മെമ്പർമാർ ആരുടെയും, പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കാറില്ല. ഈ ഒരു സ്വഭാവം ഷെയ്ഖുന എ പി ഉസ്താദ് ജനിച്ച ദിവസം എല്ലായിടത്തുനിന്ന് അറിയിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ഇമാമിങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന്, കായിദകളിൽ നിന്ന് മസ്അലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല. അത് വളരെ അപകടകരമാണ്. കായിദകൾ അവർ പറയും, അത് ഫിഖഹിന്റെ ചില ഹസ്റുകൾക്കും മറ്റുമാണ്. അത് മനസ്സിലാക്കാനൊക്കെയാണ്. നാം അതിൽ നിന്ന് മസ്അലകൾ കണ്ടെടുക്കുന്നത്, അതിനെ വെച്ച് മസ്അലകൾ കണ്ടെടുക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും, ദീന് കേടുവരലേക്ക് എത്തും. അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജനിച്ച ജീലാനി തങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പോൾ ഒരു യാസീനും ഫാത്തിയും ഒക്കെ പരിപാടിയാക്കുക. അതില്ല. അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാടുന്നത്, ബർത്ത്ഡേ. എന്താണ് ചെയ്യുക? ഇതിനൊക്കെ തലയിക്കെട്ടിയവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ അപകടം തന്നെ. പിറന്നാൾ ആഘോഷം അമുസ്ലിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. രാഷ്ട്രീയ നേതാക്കളൊക്കെ പടത്തൊക്കെ പലരും ചെയ്തിരുന്നല്ലോ. അവർ ജനിച്ച ദിനം ലഡു വിതരണം, പിന്നെ മറ്റത് അത് ഇത്, പിന്നെ കേക്ക് മുറിക്കൽ, ഇത് മുഴുവനും ഒപ്പിയെടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയൂത്തി ഇമാമിന്റെ രേഖയും മറ്റും നിരത്തി. അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ കഴിയില്ല. അവരും ജനിച്ചവരെ അവർ നടത്തിയത് കാണാൻ കഴിയില്ല. ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട്. അത് ഏത് അർത്ഥത്തിന് പറഞ്ഞാലും അത് ശരിയല്ല. അത് നിർത്തണം നമ്മൾ. ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത്, എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസീൻ എന്ന് പേരിട്ട് അല്ലെങ്കിൽ ഒരു മൗലിദ് ഓതി, അതാണ് നന്നാവെന്ന് മനസ്സിലാക്കുക. നിയ്യത്ത് വളരെ സൂക്ഷിക്കണം. ഓരോ വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് നന്നാവുന്നില്ല. ഇല്ലാത്ത ആചാരങ്ങൾ, വിദഅത്തുകൾ നാം കൊണ്ടുവരരുത്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്.